യാത്ര ചോദിപ്പു ഞാൻ മിത്രജനങ്ങളെ, യാത്ര ചോദിപ്പു ഞാൻ നിങ്ങളോടായി. യാതനാപൂർണമീ ജീവിതത്തിൽ നിന്നും യാത്രയാകുന്നു ഞാനേകനായി. മണ്ണിൽ പിറന്നതാൾ തൊട്ടന്റെ കാവലായി എന്നെ നടത്തിയ തമ്പുരാനെ, നിന്നുടെ പാദസായുജ്യം നുകരുവാൻ ഇന്നിതാ ഞാൻ വിട വാങ്ങിടുന്നു. എന്റെ സ്വപ്നങ്ങളിൽ ചാതുര ചാത്തിയ മോഹങ്ങളെ വിട നൽകിയാലും രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. പ്രിയപ്പെട്ട ചൂരൽമല വികാരി ഫാദർ ജിബിൻ വട്ടക്കുളത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണമഴി ലോകത്തിന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആശ്രിതാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാക്കളുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഷംസുദ്ദീൻ റഹ്മാനി അവരുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരത്തിലേക്ക് കടക്കുന്നു. മേപ്പാടി മഹല്ല് സെക്രട്ടറി അലിമാഷ് ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് യാത്രാവഴി നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് സുഖം നൽകി സന്തോഷ ജീവിതം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് ചിരിച്ചിരിക്കുന്ന ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഭാഗത്ത് നിന്ന് ഉള്ളിലുള്ളവർ മുഴുവൻ ഒന്ന് മാറി നിൽക്കണം. സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജനപ്രതിനിധികൾ, ജില്ലാ ഭരണകൂടം, പൊതുസമൂഹം എല്ലാവരുടെയും അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ. സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. സർവമത പ്രാർത്ഥന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നും സംസ്കാര ചടങ്ങുകൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ മൃതദേഹം സംസ്കരിച്ചിരുന്നു, ശരീരഭാഗങ്ങളും അവിടെ എത്തിച്ച് സംസ്കരിച്ചിരുന്നു. ഇപ്പോൾ പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. സൂചിപ്പാറയിലേക്ക് തെരച്ചിലിനായി പോയ സംഘം ഒരു ശരീരഭാഗം കൂടി കണ്ടെടുത്തു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അത് ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സജോ ദേവസി ഇപ്പോൾ പുത്തുമലയിൽ നിന്ന് വിവരങ്ങൾ മാറ്റുന്നുണ്ട്. സജോ, പുത്തുമലയിൽ ഇന്നും സംസ്കാരം നടക്കാൻ പോവുകയാണ്. സർവമത പ്രാർത്ഥന ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ് സജോ? രാജു ഹെജമാടി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ജഷീർ പള്ളിവയൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. സർവമത പ്രാർത്ഥന അല്പസമയം മുൻപ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ്. അതായത് ജനപ്രതിനിധികൾ, പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, നാട്ടുകാർ, അങ്ങനെ ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്നാണ് അന്തിമോപചാരം അർപ്പിക്കുക. പൊതുസമൂഹത്തിൻ്റെ, പൗരസമൂഹത്തിൻ്റെ ഒക്കെ പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ആദ്യം സർവമത പ്രാർത്ഥനയായിരുന്നു, അത് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ബഹുമതി ആദരവർപ്പിക്കുക, അന്തിമോപചാരം അർപ്പിക്കുക എന്നതാണ് ഇപ്പോൾ പുരോഗമിക്കുന്ന ചടങ്ങ്. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നേരത്തെ ഉണ്ടായിരുന്നു. MLA അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അന്തിമോപചാരം അർപ്പിക്കുന്നു. ഇനിയിപ്പോൾ നേരെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. 6 സംസ്കാരങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത്. ഇതുവരെ 37 പൂർണ്ണ തോതിലുള്ള മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും ഇതുവരെ ഇവിടെ പുത്തുമലയിലെ പ്രത്യേകമായി ഒരുക്കിയ ശ്മശാനത്തിൽ സംസ്കരിച്ചിരുന്നു. ഇന്നിനിയിപ്പോൾ നടക്കുന്നത് 2 പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹങ്ങൾ എന്ന് വിളിക്കാൻ കഴിയുന്ന മൃതദേഹങ്ങളൊപ്പം 4 ശരീരഭാഗങ്ങൾ, അങ്ങനെ 6 സംസ്കാരം ആണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് പുരോഗമിക്കുന്നത്. കൂട്ടക്കുഴിമാടങ്ങൾ തീർത്ത് മേൽവിലാസമില്ലാതെ അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരെയാണ് ഇങ്ങനെ സംസ്കരിക്കേണ്ടി വരുന്നത്. അങ്ങനെ കഴിഞ്ഞ 3 ദിവസങ്ങളിലും അത് തുടർന്നിരുന്നു. ഇന്ന് 4ാമത്തെ ദിവസമാണ്. 4ാം ദിനവും ഇങ്ങനെ കൂട്ടമായി തന്നെ സംസ്കാര ചടങ്ങുകൾ ഒരുക്കേണ്ടി വരുന്നു. പുത്തുമല തന്നെ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയാണ്. ആ ഓർമ്മയുടെ മുകളിലാണ് മറ്റൊരു ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകളെ കൂടി നമ്മൾ സംസ്കരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. അവരെ എല്ലാവരെയും ഏറ്റവും ആദരപൂർവ്വം, ഏറ്റവും ബഹുമാനം നൽകി സംസ്കരിക്കുന്നു. ശരീരഭാഗങ്ങളൊക്കെ ഓരോ മൃതദേഹം എന്ന നിലയ്ക്ക് തന്നെ പരിഗണിച്ചുകൊണ്ടാണ് സംസ്കാരം നടത്തുന്നത് എന്നൊരു പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. അതുകൂടി എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ഓരോ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളുമൊക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് ഒരു ഏക്കറിലധികം സ്ഥലമാണ് HML-ൽ നിന്ന് ഇതിനുവേണ്ടി മാത്രമായി ഏറ്റെടുത്തത്. അത്രയധികം ഭൂമിയിൽ ഇതിനകം തന്നെ സഹോദരങ്ങളുടെ ഖബറിടങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ കുഴിമാടങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു എന്നത് ഒരു ദുര്യോഗവും ഒരു ദുരവസ്ഥയുമാണ്. അങ്ങനെയൊരു ദുരവസ്ഥയാണ് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി നമ്മുടെ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ പക്ഷെ അപ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ്. ആ ദുരന്തം നമ്മളെ വല്ലാതെ ഉലച്ചു കളഞ്ഞതാണ്. പക്ഷെ അപ്പോഴും ഏറ്റവും ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന നീതി എന്നത് നിർവഹിക്കപ്പെടുകയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും ആദരപൂർവ്വം തന്നെ നിർവഹിക്കുന്നത്. അപ്പോഴും തിരിച്ചറിയപ്പെടാനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ട്. ആ സാധ്യതയെ കൂടി കൃത്യമായി ഉറപ്പാക്കിയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്
എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് ഭാവിയിൽ അങ്ങനെ ഉറ്റവർക്കാർക്കെങ്കിലും തിരിച്ചറിയാനുള്ള അവസരമുണ്ടെങ്കിൽ ആ അവസരത്തെ നിഷേധിക്കരുത്, ആ നീതി അവർക്ക് ഒരു കാരണവശാലും നിഷേധിക്കരുത് എന്ന താല്പര്യത്തിൻ്റെ കൂടി പുറത്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം, സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഇതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറായി PPE കിറ്റൊക്കെ ധരിച്ച് അതിൻ്റെ മുൻകരുതലൊക്കെ എടുത്താണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഉദ്യോഗസ്ഥരുടെ കൃത്യമായ സാന്നിധ്യമുണ്ട്. അതായത് 2 രീതിയിലാണ്. ഒന്ന്, കുഴിമാടത്തിൽ രേഖപ്പെടുത്തിയ കല്ലുകളിൽ, അവിടെ സ്ഥാപിച്ച കല്ലുകളിൽ നമ്പറുകൾ രേഖപ്പെടുത്തും. ഒപ്പം ഒരു കുപ്പിയിൽ അടക്കം ചെയ്ത വിധത്തിലുള്ള രേഖകൾ, അതായത് അതിലേക്ക് ഈ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുക ആ കുപ്പിയിൽ. അതുകൂടി ഇതോടൊപ്പം കൃത്യമായി അടക്കം ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് DNA സാമ്പിളുമായി ഏതെങ്കിലും നിലയ്ക്ക് മാച്ചായാൽ അതുകൂടി ഉറപ്പാക്കുക, ആ കാര്യം കൂടി ഉറപ്പിക്കുക എന്ന നിലയ്ക്കാണ്. അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകരുത് എന്ന താല്പര്യത്തിൻ്റെ പുറത്താണ് ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ഇതിനൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 3 ദിനങ്ങളിലായി, ഇന്ന് 4ാം ദിനമാണ്, 3 ദിനങ്ങളായപ്പോൾ തന്നെ 176 ശരീരഭാഗങ്ങൾ അടക്കം ചെയ്തു കഴിഞ്ഞു. 37 പൂർണ്ണാർത്ഥത്തിൽ മൃതദേഹങ്ങളെന്ന് വിളിക്കാൻ കഴിയുന്ന മൃതദേഹങ്ങൾ കൂടി അടക്കം ചെയ്തു കഴിഞ്ഞു എന്നാണ്. അതായത് ഈ കുപ്പികൾ കൂടി ഇതോടൊപ്പം അടക്കം ചെയ്യുന്നുണ്ട്. ആ കുപ്പികളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ആ കുപ്പികളിലും ഇതിൻ്റെ അകത്ത് വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ പേപ്പറുകളുമാണ്. അത് കൃത്യമായി രേഖപ്പെടുത്തി അതിനകത്തേക്ക് വെക്കും. ആ കുപ്പികളിൽ അകത്ത് അതുണ്ടാകുമ്പോൾ അത് അധികം പെട്ടെന്ന് നശിച്ചു പോകാത്ത പേപ്പറുകളിൽ അത് രേഖപ്പെടുത്തി വെക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അത് പിന്നീട് തുറക്കേണ്ടി വന്നാൽ അതുകൂടി അത് പെട്ടെന്ന് നശിച്ചു പോകില്ല. സമീപകാലത്ത് മറ്റോ ആണ് തുറക്കുന്നതെങ്കിൽ അതുകൂടി കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ആ തിരിച്ചറിയൽ സാധ്യത അവശേഷിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരം ഇടപെടൽ കൂടി ഉണ്ടാകുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് ഈ ഘട്ടത്തിൽ. ഇത്രയധികം മനുഷ്യർ, അവരൊക്കെ ഒരുമിച്ച് വിട പറഞ്ഞു പോവുകയാണ്. ഒരു നാടിൻ്റെ തണലിൽ ജീവിച്ചിരുന്നവരാണ്. ഒരു നാട്ടിൽ ഒരുമിച്ച് തൊഴിൽ ചെയ്തും അല്ലാതെയും അവിടെ അവർക്ക് അഭയമുണ്ടായിരുന്നു. ആ നാടായിരുന്നു അവരുടെ അഭയം. ആ അഭയ കേന്ദ്രത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന മനുഷ്യരാണ് ഒരുമിച്ച് പുത്തുമലയുടെ മണ്ണിൽ നിത്യനിദ്രയിലേക്ക് പോകുന്നത്. മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും പുഞ്ചിരിമട്ടത്തും അങ്ങനെ ആ ഇടങ്ങളിൽ, ആ നാട്ടുംപുറങ്ങളിൽ ഒരുമിച്ച് കഴിഞ്ഞ മനുഷ്യരാണ് പുത്തുമലയിലെ മണ്ണിൽ ഒരുമിച്ച് നിത്യനിദ്രയിലേക്ക് പോകുന്നത്. ആ അന്ത്യയാത്രാമൊഴി എന്നത് അവരെ തിരിച്ചറിയാതെ, അവരാരെന്ന് തിരിച്ചറിയാതെയാണ് അവർക്ക് അന്ത്യയാത്രാമൊഴി നാട് നൽകുന്നത്. കേരളം ഒന്നാകെ അവർക്ക് അന്ത്യയാത്രാമൊഴി ചൊല്ലുന്നത്. ആ കാഴ്ചകൾ ഹൃദയഭേദകമാണെങ്കിൽ കൂടിയും അത് അങ്ങേയറ്റം നമ്മെ മുറിപ്പെടുത്തുന്നുണ്ട്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് മുറിപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നാടൊന്നാകെ ഈ പ്രിയ സഹോദരങ്ങൾക്ക് ദുരന്തം തിരിച്ചറിയൽ നീതി നിഷേധിച്ച മനുഷ്യരെയാണ്. അവരെ ഓരോ ശരീരഭാഗങ്ങൾക്ക് പോലും അത്രയും ബഹുമാനം നമ്മൾ കൊടുക്കുന്നു. അത് അർഹിക്കുന്നുണ്ട്. ആ നീതിയെങ്കിലും അർഹിക്കുന്നുണ്ട്. ആ നീതി നമ്മൾ കൊടുക്കുന്നു. ജീവിച്ചിരിക്കുന്നവർ നമ്മെ വിട്ടുപിരിഞ്ഞ സഹോദരങ്ങൾക്ക് വേണ്ടി അന്ത്യയാത്രാമൊഴി നൽകുന്നു എന്നതാണ്. അതങ്ങനെ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും അധിക ഭൂമി, ആദ്യം 64 സെന്റ് ഭൂമിയാണ് പുത്തുമലയിൽ HMLന്റെ ഭൂമി ഏറ്റെടുത്തത്. ഈ ഭൂമി യഥാർത്ഥത്തിൽ മുൻപ് 2019 പുത്തുമലയിൽ ഉരുൾപൊട്ടി ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് ആർത്തലച്ച് ദുരന്തമായി ഒഴുകിയെത്തിയ മണ്ണാണ്. ആ ഭൂമിയിൽ തന്നെയാണ് മറ്റൊരു ദുരന്തത്തിൻ്റെ ഓർമ്മകൾക്ക് സ്മാരകം ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ അവശേഷിപ്പുകൾക്ക് ഖബറിടങ്ങൾ ഒരുങ്ങുന്നത് എന്നത് കൂടിയുണ്ട്. അങ്ങനെ ഒരു സങ്കട ഓർമ്മയുടെ മുകളിലാണ് മറ്റൊരു സങ്കട ഓർമ്മ. ഒന്നാകെ ഇങ്ങനെ കൂട്ടക്കുഴിമാടങ്ങൾ എടുത്ത് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരെയൊക്കെ അടക്കം ചെയ്യേണ്ടി വരിക എന്ന വേദന ആവർത്തിച്ച് പറയേണ്ടി വരുന്നു. അങ്ങനെ ഒരു ദുഃഖത്തെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് അതിജീവിക്കാൻ കഴിയും എന്ന ചോദ്യമുണ്ട്. അത് നാടൊന്നാകെ ചേർത്ത് പിടിച്ച് ആ അതിജീവനത്തിലേക്ക് നടന്നു തുടങ്ങാൻ ശ്രമിക്കുമ്പോഴും ഇത്തരം കാഴ്ചകൾക്ക് അവസാനമുണ്ടാകുന്നില്ല. ഇനിയും അധിക ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നു. ആദ്യം 64 സെന്റിന് ശേഷം ഏതാണ്ട് 50 സെന്റോളം പിന്നെയും ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ്. അത് വീണ്ടും കുഴിമാടങ്ങൾ ഒരുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് ഇവിടെ കുഴിമാടങ്ങൾ ഒരുക്കേണ്ടി വരും. കൂടുതൽ പേർക്ക് ഇനിയും അങ്ങനെ, അതായത് ഈ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ചടങ്ങുകൾ ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കുമെന്ന് നമ്മൾ കരുതും. പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെ ഇനിയും കണ്ടെത്താൻ അനേകം പേരുണ്ട്. ഇപ്പോഴും മണ്ണ് അടരുകളിൽ പോയ അവർ എവിടെയുണ്ടെന്നറിയില്ല. കാണാതായ മനുഷ്യർ കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരെ ഇപ്പോഴും തിരഞ്ഞു നടക്കുന്ന മനുഷ്യർ ഇവിടങ്ങളിലൊക്കെ കാണാം. എന്ന് മാത്രമല്ല, ഈ ഇടം ഒരു തീർത്ഥാടന ഭൂമി പോലെ അനേകർ ഇങ്ങോട്ടേക്ക് വന്ന് കുഴിമാടങ്ങളിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതായി കാണാം. അതിൽ പലരെയും, മിക്കവാറും ആളുകൾ അവരുടെ ഉറ്റവർ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിലും ചിന്തയിലുമൊക്കെ വരുന്നവരാണ് പലരും. അങ്ങനെ ഒരുപാട് മനുഷ്യരെ ഇവിടെ നമ്മൾ തുടർച്ചയായി കഴിഞ്ഞ
3 ദിവസങ്ങളിലും ഇന്നും അങ്ങനെ 4-ാം ദിവസവും ഇന്നിവിടെ എത്തുമ്പോഴും ഒക്കെ കാണാൻ കഴിഞ്ഞു. അവരൊക്കെ കണ്ണീരുകളോടെ ആ കുഴിമാടങ്ങൾക്കരികിൽ വന്ന് ഇനി ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ, ഞങ്ങളുടെ ഉറ്റവരാണോ എന്ന വ്യഥയോടെ ആധിയോടെ അങ്ങനെ അനേകം മനുഷ്യർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഇവിടെ സന്ദർശിച്ച് മടങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്, വല്ലാത്തൊരു ദുഃഖകരമായ സാഹചര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. അതും ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാണ്. ഈ കുഴിമാടങ്ങളാകെയും ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാണ്. ഇങ്ങനെ കബറിടങ്ങൾ ഒരുക്കേണ്ടി വരുന്നത് ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാണ്, അതിൻ്റെ സംഗ്രഹമാണ്. അത് നമ്മോട് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് എത്ര വലിയ ദുരന്തത്തെ, ആഘാതത്തെയാണ് നമ്മുടെ നാട്, ആ മനുഷ്യർ നേരിട്ടത്. എത്ര മനുഷ്യരുടെ ജീവിതങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും ആണ് ഈ ദുരന്തം ഒലിച്ചെത്തിയത്. അതിൻ്റെ ആ വിലാപങ്ങളുടെ ആകെത്തുക യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ കാണാം. ഈ ദുരന്തത്തിലെ വിലാപങ്ങളുടെ ആകെത്തുക യഥാർത്ഥത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരെല്ലാവരും ചേർന്ന് ആണ് ഈ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒക്കെ നൽകുന്നത്. അവരൊക്കെ ദിവസങ്ങളോളമായി പല സന്നദ്ധ ഗ്രൂപ്പുകൾ ഒന്നടങ്കം ഇവിടെ വന്ന് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ആ സന്നദ്ധ പ്രവർത്തകരൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നത്, ഇനിയിപ്പോൾ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു നീതി എന്നത് അതാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം എല്ലാ തരത്തിലുള്ള ആദരവും ബഹുമതിയുമുണ്ട്. മറ്റൊന്ന് സർവ്വമത പ്രാർത്ഥന എന്നതാണ്. അത് നേരത്തെ തന്നെ കഴിയും. അവരുടെ ആ മത അതിരുകൾ ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ ചടങ്ങുകൾ മായ്ച്ചു കളയുന്നുണ്ട്. അവരുടെ ഏതെങ്കിലും നിലയ്ക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രയാസമുണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് അക്കാര്യം ഉറപ്പാക്കുന്നത്. സർവ്വമത പ്രാർത്ഥന ഉറപ്പാക്കുന്നത്. അവരാരെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ കൂടിയും അതിരുകളെല്ലാം മായ്ച്ചു കളയുന്നുണ്ട്. അവർ ഈ നാടിനെക്കുറിച്ച് അതിജീവിച്ചവരൊക്കെ പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സൗഹൃദത്തോടെ ഒരു നാടിൻ്റെ തണലിൽ അതിരുകളില്ലാതെ മതിലുകളില്ലാതെ ഒരുമിച്ച് കഴിഞ്ഞ നാട്ടുംപുറത്തുകാരാണ്. അവരാണ് നിത്യനിദ്രയിലും ഒരുമിക്കുന്നത്. അത് പക്ഷേ ഒരു ദുരവസ്ഥയാണ്. അത് തിരിച്ചറിയപ്പെടാതെ പോയതുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ നമുക്ക് വന്നത്. പക്ഷേ അങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോവുക എന്നത്, തിരിച്ചറിയപ്പെടാതെ പോയത് ഈ ദുരന്തത്തിൻ്റെ ആഘാതവും ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്നതാണ്. അത്രയും മനുഷ്യരെ നമുക്ക് ഇനിയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. കാണാതിരിക്കുന്ന മനുഷ്യർ തന്നെയുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ കണക്കുകളും ഇതുവരെ ഇപ്പോൾ തന്നെ സർക്കാർ ഇന്ന് തന്നെ ജില്ലാ ഭരണകൂടവും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുവരെ ഈ ദുരന്തത്തിൽ മരിച്ചവരെക്കുറിച്ച്, തിരിച്ചറിയാൻ കഴിഞ്ഞവരെക്കുറിച്ചുള്ള രേഖകൾ, ഇരകളായവരുടെ രേഖകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ആ രേഖകളിലും യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇടം കിട്ടാത്ത അനേകരുണ്ട്. അതായത് അത് തന്നെ ഒരു സങ്കീർണമായ പ്രോസസ്സാണ്. ഇനിയും തിരിച്ചറിയാത്ത അനേകർ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ ഇരകളായിട്ടുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരടക്കം അനേകർ ഈ ദുരന്തത്തിൻ്റെ ഇരകളായിട്ടുണ്ട് എന്നതാണ്. അവരാരെന്നു പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ യഥാർത്ഥത്തിൽ ശേഖരിക്കുക എന്നത് സങ്കീർണമായ പ്രക്രിയയാണ്. ഇതിന് ഇനിയും ആ കണക്കുകളോട് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ ഇരകളായ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങിയ മണ്ണടരുകളിലേക്ക് മടങ്ങിയ മനുഷ്യർ എത്രത്തോളമുണ്ട് എന്നത് ഇനിയും ആ കൃത്യമായ നമ്പറുകളുടെ അടുത്തെങ്കിലും എത്തണമെങ്കിൽ കുറേയധികം സമയമെടുക്കും എന്ന കാര്യം യഥാർത്ഥത്തിൽ ഉറപ്പാണ്. പക്ഷേ അപ്പോഴും തിരിച്ചറിയാതെ പോയ ശരീരഭാഗങ്ങൾ, മൃതദേഹങ്ങൾ, അവയൊക്കെ ഏറ്റവും ആദരപൂർവ്വം സംസ്കരിക്കുക, കഴിയുന്ന നീതി ഉറപ്പാക്കുക എന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ഓരോ കുഴിമാടത്തിലും ഓരോ സംസ്കാരം നടക്കുമ്പോഴും ഓരോ ഉദ്യോഗസ്ഥർ അതിൻ്റെ ചുമതല കൃത്യമായി തന്നെ നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്നത് ഈ ഏതെങ്കിലും നിലയ്ക്ക് തിരിച്ചറിയാനുള്ള സാധ്യതയെ കൃത്യമായി തന്നെ അവശേഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് അവർ അത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത്. അതൊക്കെ കൃത്യമായി നോക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ യുക്തിയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ സാധ്യമായൊരു നീതി അവരുടെ അവശേഷിക്കുന്ന ഉറ്റവർക്കെങ്കിലും നൽകുക എന്നൊരു താല്പര്യത്തിൻ്റെ പുറത്താണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നീതി, അതൊരു നീതിയാണ്. ഇനിയിപ്പോൾ തിരിച്ചറിയപ്പെടുക എന്നത് തന്നെ ഒരു നീതിയാണ്. പക്ഷെ അത് സാധ്യമാകുന്നില്ല. ദുരന്തം അങ്ങനെ ഒരു ദുര്യോഗം നമുക്ക് നൽകിയിരിക്കുന്നു. അതിനെ ഇതിനകം നമ്മൾ കണ്ടതാണ്. ഇനിയും ഈ ശ്മശാനത്തിലേക്ക്, ഇപ്പോൾ ഇതൊരു പൊതു ശ്മശാനമായി മാറിയിരിക്കുന്നു. പഞ്ചായത്ത് വക, മേപ്പാടി പഞ്ചായത്ത് വക ഒരു പൊതു ശ്മശാനമായി ഇത് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു ദുര്യോഗം നമ്മുടെ ഈ നാടിന് വന്നു ചേർന്നിരിക്കുന്നു. ഈ സ്ഥലത്തേക്ക് ഇനിയും ആംബുലൻസുകൾ വരും. ഇനിയും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ വഹിച്ച് ഇനിയും ആംബുലൻസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം തിരച്ചിൽ ദൗത്യം അങ്ങനെ തുടരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനിയും വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നതാണ് നമ്മെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു കാര്യം. മറ്റൊന്ന്, കാണാതായ മനുഷ്യരെക്കുറിച്ചിട്ടുള്ള വേദനയാണ്. അതെല്ലാം, അതിൻ്റെയൊക്കെ സംഗ്രഹം യഥാർത്ഥത്തിൽ ഇതിലുണ്ട്. ഈ പുത്തുമലയിൽ ഒരുക്കിയിരിക്കുന്ന പൊതുശ്മശാനത്തിലെ കാഴ്ചകൾ നമ്മളോട് സംസാരിക്കുന്നത് അതാണ്. ഈ ദുരന്തം എത്രയോ മനുഷ്യരുടെ
ജീവിതത്തിലേക്കും സ്വപ്നങ്ങളിലേക്കും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞ, ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടിനെ മണ്ണിനടിയിലാക്കി കളഞ്ഞ ദുരന്തത്തിൻ്റെ കുഴിയിലേക്ക്, സങ്കടക്കടലിലേക്ക് നിപതിപ്പിച്ച ഒരു സാഹചര്യം നമ്മൾ ഇതിനകം നേരിടുകയും കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെയൊരു മുന്നനുഭവം നമുക്ക് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അത് അത്യന്തം ഹൃദയഭേദകമാണ്, മുറിപ്പെടുത്തുന്നതാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. ഇതിനു മുൻപ് ഇത്രയും വലിയ ഒരു ദുരന്തത്തെ, പ്രളയത്തെ, മഹാമാരിയെ അടക്കമുള്ള ദുരന്തങ്ങളെ നമ്മുടെ നാട് നേരിടുകയും കാണുകയും അന്നും നമുക്ക് ഒരുപാട് നഷ്ടമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് സമാനമായ, ഇതിന് നമുക്ക് താരതമ്യം അർഹിക്കാത്ത ഒന്നാണ് ഇത് എന്ന കാര്യം നമുക്കറിയാം. അത്രയും വലിയ ഒരു ദുരന്തത്തെ നമ്മുടെ നാട് നേരിടുകയും അഭിമുഖീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിജീവിക്കുക എന്നത് മാത്രമാണ് പോംവഴി. അങ്ങനെ അതിജീവന ശ്രമങ്ങളുടെ ഇടയിൽ നമുക്ക് ചെയ്യാനാകുന്ന നീതി, അങ്ങനെ ഈ മണ്ണിനടിയിലായിപ്പോയ, ജീവൻ നഷ്ടമായി പോയ, അതിൽ ലഭ്യമായ ഇതുവരെ കിട്ടിയ ആളുകൾ തിരിച്ചറിയപ്പെടുന്നില്ലെങ്കിൽ കൂടിയും അവരെ എല്ലാവരെയും ഈ മണ്ണിലടക്കം, ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ പുത്തുമലയിൽ നിന്ന് അധികം ദൂരമല്ല, ഈ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് യഥാർത്ഥത്തിൽ അധികം ദൂരമില്ല. ആ സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർ ഇവിടെയൊക്കെ വരുമ്പോൾ തിരിച്ചറിയപ്പെട്ടിരുന്നവരാണ്. അവർക്ക് സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മണ്ണാണ്. പക്ഷേ ആ മണ്ണിൽ അപരിചിതർ, ആരെന്നറിയാത്ത അവർ ഒരുപക്ഷെ അപരിചിതരായ പല ദേശങ്ങളിൽ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകരായിരിക്കും. അങ്ങനെ ആരെന്നറിയാത്തവർക്ക് പിട ചൊല്ലുകയാണ് ആദരപൂർവ്വം. അതാണ് ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക. അതിജീവന വഴിയിൽ നടക്കുമ്പോൾ അവരെയൊക്കെ ഇനിയിപ്പോൾ ദുരന്തത്തെ മറികടന്നുള്ള മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഘട്ടത്തിൽ ഇതിനകം കീഴടങ്ങിയവർക്കും അവരുടെ ഉറ്റവർക്കുമൊക്കെ ഒരു നീതി ഉറപ്പാക്കുക എന്നതുകൊണ്ടും ഒരു പ്രബുദ്ധ സമൂഹം എന്ന നിലയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന നീതി ആ നിലയ്ക്ക് തന്നെ ഉറപ്പാക്കുക എന്നതാണ് സാധ്യമായ പോംവഴി. അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള ദൗത്യ നിർവഹണവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ശ്മശാന ഭൂമിയിൽ കാണുന്നത്. അതായത് ഇങ്ങനെ ഒരു ശ്മശാന ഭൂമിക സൃഷ്ടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന്റെ ഒരു ബാക്കി പത്രം ഇത്രയും വലിയ സജോ ഏതായാലും സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ദിവസങ്ങളായി കാണുന്ന കാഴ്ചയാണ്. പുത്തുമലയിൽ ഇന്നും സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. സജോ ദേവസിയാണ് പുത്തുമലയിൽ നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്.